ഡെറിവേഷൻ ഓഫ് സ്റ്റോക്സ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റോക്സ് ലോ എന്താണ്? ടെർമിനൽ വെലോസിറ്റിയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. വാട്ട് ഈസ് ടെർമിനൽ വെലോസിറ്റി? ഇറ്റ്സ് ദി ഹയസ്റ്റ് വെലോസിറ്റി ദാറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ആൻ ഒബ്ജെക്ട് ദാറ്റ്സ് ഫോളോയിങ് ത്രൂ എ ഫ്ലൂയിഡ് സച്ച് ആസ് എയർ ഓർ വാട്ടർ. അപ്പോൾ ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു ബോഡീൻ്റെ മേലെ ഫ്രിക്ഷണൽ ഫോഴ്സസും ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയും ഒക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇനീഷ്യലി അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അറ്റ് എ പോയിന്റ് ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സസ് ആൻഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആർ ഈക്വൽ. അതിനുശേഷം എന്താണ്, ഇതിനൊരു മാക്സിമം കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യും. സോ അത് പിന്നീട് അങ്ങോട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുക. അതിൻ്റെ വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടാകുന്നില്ല. ഈ മാക്സിമം വെലോസിറ്റിയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി ഓഫ് ദാറ്റ് ബോഡി എന്ന് വിളിക്കുന്നത്. സ്റ്റോക്സ് ഇക്വേഷൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിട്ടാർഡിങ് വിസ്കസ് ഫോഴ്സ് ഒരു സ്ഫെറിക്കൽ ബോഡി ഫോളിങ് ത്രൂ എ വിസ്കസ് മീഡിയം ആണെങ്കിൽ അതിൻ്റെ റിട്ടാർഡിങ് വിസ്കസ് ഫോഴ്സ് F is equal to 6 pi r eta v, where r is the radius of that spherical body, eta is the coefficient of viscosity, and v is the terminal velocity of that body. ഈ F is equal to 6 pi r eta v എന്നൊരു ലോ ആണ് സ്റ്റോക്സ് ലോ എന്നറിയപ്പെടുന്നത്. ഈ സ്റ്റോക്സ് ലോ നമുക്ക് മെത്തേഡ് ഓഫ് ഡയമെൻഷൻസിലൂടെ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. വിസ്കസ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ സ്മോൾ സ്ഫെറിക്കൽ ബോഡി ഇസ് അസ്യൂംഡ് ടു ബി ഡിപ്പെൻഡ് അപ്പോൺ ദി ടെർമിനൽ വെലോസിറ്റി v. അതായത് ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഫോൾ ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ ബോഡി കൺസിഡർ ചെയ്യുക. അപ്പം ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിട്ടാർഡിങ് വിസ്കസ് ഫോഴ്സ് ഈ ബോഡിയുടെ ടെർമിനൽ വെലോസിറ്റിയെയും ഈ ബോഡീൻ്റെ റേഡിയസിനെയും പിന്നെ ഈറ്റ ആണ് മീഡിയത്തിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എങ്കിൽ ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ F is equal to K into V raised to A, R raised to B and eta raised to C എന്ന് നമുക്ക് മെത്തേഡ് ഓഫ് ഡയമെൻഷനിലൂടെ എഴുതാം. വേർ K is a constant, some constant, dimensionless constant ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഡയമെൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഇസ് ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ്. എല്ലാത്തിൻ്റെയും ഡയമെൻഷണൽ ഫോർമുല എഴുതി നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നതാണ് മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, +1 +2 ക്ലാസ്സുകളിൽ ചെയ്തിട്ടുള്ളതുമാണ്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഇസ് mlt raised to -2 and k is a dimensional constant എന്ന് പറഞ്ഞു കഴിഞ്ഞു. v ൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം lt raised to -1 ആണ്. ഇറ്റ് ഇസ് raised to a. ആൻഡ് r-ൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ l ആണ്, l raised to b. ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml raised to -1 t raised to -1 ആണ്. സോ ഇറ്റ് ഈസ് raised to the power c. സോ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഡയമെൻഷൻ. ഇത് നമ്മൾ എല്ലാ ടേമിനെയും സെയിം ടേമിനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് m raised to c, l raised to a plus b minus c and t raised to minus of a plus c എന്ന് നമുക്ക് കിട്ടും. ഇപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ml t raised to -2 എന്ന് ഉണ്ടാകും. സോ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ എമ്മിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് c is equal to 1 എന്ന് കിട്ടും. സോ c equal to 1 and a plus b minus c is equal to 1 and a plus c is equal to 2. ഇത്രയും റിലേഷൻസ് നമുക്കിതിൽ നിന്നും ഇതിൻ്റെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. c equal to 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് a plus c equal to 2 എന്ന എക്സ്പ്രഷനിൽ സീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ a plus 1 is equal to 2. സോ a is equal to 1 എന്നുണ്ട്. സോ നമുക്ക് a is equal to 1 and c equal to 1 ഇത്രയും റിലേഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് വാട്ട് ഇസ് b എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ നിന്നും നമുക്ക് b is equal to 1 എന്ന് കിട്ടും. സോ നമ്മുടെ റിട്ടാർഡിങ് വിസ്കസ് ഫോഴ്സ് F is equal to K into V eta into R എന്ന് നമുക്ക് കിട്ടും. Let rho be the density of the body and sigma be the density of the medium. ഇതിൽ തന്നെ സ്റ്റോക്സ് കണ്ടുപിടിച്ചു. ഈ കോൺസ്റ്റൻറ്റ് ഇസ് F is equal to 6 pi. കോൺസ്റ്റൻറ്റ് K is equal to 6 pi എന്ന് സ്റ്റോക്ക് കണ്ടുപിടിച്ചു. സോ
നമ്മുടെ സ്റ്റോക്സ് ലോ എന്താണ്? റിട്ടേണിംഗ് വിസ്കസ് ഫോഴ്സ് F is equal to 6 pi v eta into r. അത് ടെർമിനൽ വെലോസിറ്റിനെയും കോയിഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആൻഡ് റേഡിയസ് ഓഫ് ദാറ്റ് സ്ഫെറിക്കൽ ബോഡിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സ്ഫെറിക്കൽ ബോഡി ഒരു വിസ്കസ് മീഡിയത്തിലൂടെ ഫോളോ ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന റിട്ടേണിംഗ് വിസ്കസ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് ഇത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ലെറ്റ് റോ ബി ദി ഡെൻസിറ്റി ഓഫ് ദി ബോഡി ആൻഡ് സിഗ്മ ബി ദി ഡെൻസിറ്റി ഓഫ് ദി മീഡിയം. ഇഫ് എന്താണ് റോ നമ്മുടെ ഡെൻസിറ്റി ഓഫ് ദി ബോഡി ആയിട്ടും it is the density of the body, നമ്മുടെ ഫോൾ ചെയ്യുന്ന ബോഡി, ആൻഡ് സിഗ്മ ബി ദി ഡെൻസിറ്റി ഓഫ് വാട്ട്? ഡെൻസിറ്റി ഓഫ് ദി മീഡിയം, വിസ്കസ് മീഡിയം ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? വെയ്റ്റ് ഓഫ് ദ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് ക്യാപിറ്റൽ എം ജി ആണല്ലേ. വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് ദി ക്യാപിറ്റൽ എം ജി. ഇഫ് മാസ് ഓഫ് ദ ബോഡി ഈസ് എം, വെയ്റ്റ് ഓഫ് ദ ബോഡി ഈസ് എം ജി. സോ എം എന്താണ്? ക്യാപിറ്റൽ എം നമുക്ക് എഴുതാം 4/3 പൈ ആർ ക്യൂബ് റോ അല്ലേ. പൈ ആർ ക്യൂബ് റോ ഇൻറ്റു ജി ആയിട്ട് എഴുതാം. കാരണം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയമാണ്. 4/3 പൈ ആർ ക്യൂബ് ആറാണ് അതിൻ്റെ റേഡിയസ് ഓഫ് ദാറ്റ് സ്ഫെറിക്കൽ ബോഡി ആൻഡ് റോ ഇസ് ദി ഡെൻസിറ്റി ഓഫ് ദി ബോഡി. സോ നമുക്ക് അതിൻ്റെ വെയ്റ്റ് ഓഫ് ദ ബോഡി ക്യാൻ ബി റിട്ടൺ ആസ് 4/3 പൈ ആർ ക്യൂബ് റോ ജി. ഈ upward thrust on the body by the medium is what? Weight of liquid displaced. അപ്പം upward thrust എന്താണ്? ഈ weight of the body it is acting downward അല്ലേ. ഇത് ഈ വെയിറ്റ് ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇനി ഈ ബോഡി മൂവ് ചെയ്യുന്നത് കാരണം കുറച്ച് എന്ത് ഡിസ്പ്ലേസ് ആവുന്നുണ്ട്? വെള്ളമാണെങ്കിൽ ഏതൊരു ലിക്വിഡ് ആണെങ്കിലും ഈ വിസ്കസ് മീഡിയത്തിൽ നിന്നും കുറച്ച് ലിക്വിഡിൻ്റെ എന്തുണ്ടാകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ upward thrust, upward force acting on the body by the medium is what? It is the weight of liquid displaced. So upward acting force അല്ലെങ്കിൽ upward thrust is equal to liquid displaced അല്ലേ. So liquid displaced can be written as the 4/3 pi r cube into sigma into g. This is what? This is the mass of the liquid displaced and this is g. So എന്താണ്? upward thrust acting on the body by the medium. So resultant downward force എന്താണ്? This force is acting upward and this force is acting downward. Resultant force on the body is what? Resultant downward force is equal to 4/3 pi r cube into rho g minus 4/3 pi r cube into sigma g ആണ് റിസൾട്ടൻറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി. ഈ ടെർമിനൽ വെലോസിറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടാർഡിംഗ് വിസ്കസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട്? ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ദിസ് ഈസ് ദി ഡൗൺവേർഡ് ആക്ടിങ് ഫോഴ്സ് എന്ന് നമ്മൾ കണ്ടെത്തി. സോ ദിസ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദി റിട്ടാർഡിംഗ് വിസ്കസ് ഫോഴ്സ് അറ്റ് പോയിൻ്റ് ഓഫ് എന്താണ്? ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ ഫോഴ്സുകളും എന്താണ്? പരസ്പരം ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് 6 pi r eta v is equal to 4/3 pi r cube ജീനെ നമുക്ക് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ റോ മൈനസ് സിഗ്മ എന്ന് എഴുതാം. സോ നമുക്ക് ഈറ്റ ഇസ് ഈക്വൽ ടു വാട്ട്? അല്ലെങ്കിൽ v ഇസ് ഈക്വൽ ടു ടെർമിനൽ വെലോസിറ്റി v ഈ എക്സ്പ്രഷനിലും നമുക്ക് കിട്ടും എന്താണ്? 2/9 ഇൻറ്റു r സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ g ബൈ ഈറ്റ എന്ന് കിട്ടും. So this is the expression for terminal velocity attained by a body moving in a viscous medium. അപ്പോൾ നമ്മുടെ ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ത്രൂ സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ ഉപയോഗിച്ചിട്ടാണ് ഒരു സ്ഫെറിക്കൽ ബോഡി ഫ്ലോയിങ് ത്രൂ എ വിസ്കസ് മീഡിയം എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡെൻസിറ്റീസ് ഓഫ് ദ ബോഡി ആൻഡ് ദി മീഡിയം, and it is inversely proportional to the coefficient of viscosity of the medium. So ഇതാണ് നമ്മുടെ terminal velocity attained by a body. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് if rho is less than sigma, അതായത് density of the body is less than the density of the medium, എന്താണ്? terminal velocity will be negative and the body will move upwards. അപ്പോൾ അതെന്താണ് terminal velocity നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്
റിട്ടേണിങ് ഫോഴ്സ് എങ്ങോട്ടേക്കാണ് അപ്വേർഡിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി അപ്വേർഡായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എന്താണ്, ഒരു എയർ ബബിൾസ് ഫോംഡ് ഇൻ വാട്ടർ, അത് അപ്വേർഡായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ കാരണം അതിൻ്റെ മുകളിലുള്ള ടെർമിനൽ വെലോസിറ്റി എങ്ങോട്ടേക്കാണ് അപ്വേർഡിലായിരിക്കും ആക്ട് ചെയ്യുന്നത്, കാരണം വെലോസിറ്റി ഈസ് നെഗറ്റീവ്. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിന് എന്താണ്, ടു ഡിറ്റർമൈൻ ദി കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ് എന്താണ്, ഇതിൽ ടെർമിനൽ വെലോസിറ്റി ആൻഡ് സ്ഫെറിക്കൽ ബോഡീൻ്റെ റേഡിയസും മീഡിയത്തിൻ്റെയും ബോഡീൻ്റെയും ഡെൻസിറ്റിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈ ഒരു എക്സ്പ്രഷനിലൂടെ നമുക്ക് കണ്ടെത്താം. ഇത് വൺ ആപ്ലിക്കേഷനാണ്. പിന്നെ വേറെ റേഡിയസ് ഓഫ് സ്മോൾ സ്ഫെറിക്കൽ ഒബ്ജക്റ്റ് like raindrops in ball bearing can be determined using this expression. If viscosity coefficient of viscosity മീഡിയത്തിൻ്റെയും ബോഡീൻ്റെയും ഡെൻസിറ്റിയും ടെർമിനൽ വെലോസിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് സ്മോൾ സ്ഫെറിക്കൽ ഒബ്ജക്ട്സ് നമുക്ക് ഇതിലൂടെ കണ്ടെത്താൻ കഴിയും. സോ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ ഓഫ് സ്റ്റോക്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കാൻ, എവിടെയെങ്കിലും മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് സ്റ്റോക്സ് ലോ നമ്മൾ മെത്തേഡ് ഓഫ് ഡയമെൻഷനിലൂടെയാണ് ഡിറൈവ് ചെയ്ത് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്ത് ടെർമിനൽ വെലോസിറ്റി കണ്ടെത്താനുള്ള ഫോർമുലയാണ്. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നോട്ട് കമ്പൽസറി ആയിട്ട് ഇന്ന് തന്നെ അയക്കുക.